ചെന്നൈ ഫ്ലാറ്റില് 4 മാസം പഴക്കമുള്ള 2 മൃതദേഹങ്ങൾ. തമിഴ്നാട്ടിൽ വലിയ വാർത്തയാണിത്. ആ ഫ്ലാറ്റില് ദുർഗന്ധം അടിച്ചപ്പം അവർ പരാതിപ്പെട്ട് പോലീസ് വന്നു. ആ ഫ്ലാറ്റില് 2 മൃതദേഹങ്ങൾ കണ്ടു. ഒന്ന് ശ്യാമുൽ ശങ്കർ എന്ന 78 വയസ്സുള്ള ആള്, അയാളുടെ മകൾ വിന്ധ്യ 35 വയസ്സ്. രണ്ടുപേരെയും ജീർണിച്ച അവസ്ഥയിൽ മൃതദേഹം കിടക്കുന്നു. അവിടുത്തെ AC ഓൺ ആയിട്ടുണ്ട്. ആ മുറി മുഴുവൻ പെർഫ്യൂം തളിച്ചിട്ടുണ്ട്. ഏതായാലും ചെന്നൈ പോലീസ് ഇതിൽ അന്വേഷണം തുടങ്ങി. 4 മാസം ആയിട്ടും തൊട്ടടുത്ത ഫ്ലാറ്റുള്ളവരൊന്നും ഒരു വിവരവും അറിഞ്ഞില്ല എന്നുള്ളതാണ്. ദുർഗന്ധം സഹിക്കാൻ വയ്യാതെ വന്നപ്പോഴാണ് അവര് ഇപ്പോൾ ഇത് പോലീസിൽ പരാതിപ്പെടാൻ കാരണം. അല്ലെങ്കിൽ അവിടെ സ്കെൽറ്റനായിട്ട് മാത്രം ഇത് അവശേഷിച്ചു പോയേനെ. കൊല്ലപ്പെട്ടത് അല്ലെങ്കിൽ മരണപ്പെട്ടത് വെല്ലൂർ സ്വദേശി ശ്യാമുൽ ശങ്കർ എന്ന 78-കാരനാണ്. അയാളുടെ മകള് വിന്ധ്യ 35 വയസ്സുകാരി. അത് ഒരു കൊലപാതകം തന്നെ. അവരുടെ തലയിൽ അവർക്ക് ഹെഡ് ഇഞ്ചുറി ഉണ്ട്. തലയിലെ ഇഞ്ചുറി അത് മാരകമാണ്. അങ്ങനെയാണ് അവർ മരിച്ചിരിക്കുന്നത്. ഏതായാലും മൃതദേഹം രണ്ടും പെർഫ്യൂം കൊണ്ട് അഭിഷേകം ചെയ്തിട്ടുണ്ട്. ജനലെല്ലാം അടച്ച് കെട്ടി വായു സഞ്ചാരം ഇല്ലാതാക്കിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ആ മുറി പൂട്ടി ഒരാൾ പോയിരിക്കുന്നു. ഏതായാലും ആളെ കണ്ടെത്തി. കാഞ്ചീപുരം സ്വദേശിയായ ഡോക്ടർ ശ്യാമുൽ എബനേശ്വർ, അയാളൊരു ഡോക്ടറാണ്. അയാൾ സോഷ്യൽ മീഡിയ കൂടിയാണ് ഈ വിന്ധ്യ എന്ന സ്ത്രീ 35 വയസ്സുകാരിൽ പരിചയപ്പെടുന്നത്. അപ്പോൾ ഫാദറിന് അല്ലെങ്കിൽ പിതാവിന് അസുഖമാണ്, അദ്ദേഹത്തിനെ ട്രീറ്റ് ചെയ്യണം, അദ്ദേഹത്തെ രോഗകാര്യങ്ങളൊക്കെ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചു. ഇയാളൊരു ഡോക്ടറാണ്. ഇയാളുടെ ഡോക്ടർ ശ്യാമുൽ എബനേശ്വർ എന്നാണ് പേര്. അങ്ങനെ അവർ തമ്മിലുള്ള അടുപ്പം സോഷ്യൽ മീഡിയ കൂടെ കൂടി. അപ്പോഴാണ് പിതാവിൻ്റെ കാര്യം പറയണത്. താനൊരു ഡോക്ടറാണ്, താൻ ചികിത്സിക്കാം, നിങ്ങളൊരു കാര്യം ചെയ്ത് ചെന്നൈയിലേക്ക് വരിക. അങ്ങനെ ചെന്നൈയിൽ ഒരു ഫ്ലാറ്റ് അയാൾ എടുത്തു കൊടുത്തു. ആ ഫ്ലാറ്റിൽ ഇവർ രണ്ടുപേരും താമസമായി പിതാവിനെ ചികിത്സിക്കുന്നു എന്നാണ് പറയുന്നത്. എന്തായാലും ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യാതെ ഫ്ലാറ്റിൽ തന്നെ ഇവർ താമസിക്കുകയും ആ ഫ്ലാറ്റിൽ ഇയാൾ വന്ന് അയാൾ ട്രീറ്റ്മെൻറ്റ് നടത്തി എന്നാണ് പറയുന്നത്. പക്ഷേ അയാൾക്ക് താല്പര്യം ഈ സ്ത്രീയുമായിട്ടുള്ള അവിഹിത ബന്ധം തന്നെ. അങ്ങനെയാണ് സോഷ്യൽ മീഡിയയിൽ പരിചയപ്പെട്ടതും. അങ്ങനെ അയാളുടെ നിർദ്ദേശം അനുസരിച്ച് അവർ പിതാവിനെ ചെന്നൈയിൽ ഈ ഫ്ലാറ്റിൽ കൊണ്ടുപോയി താമസിപ്പിച്ചു. ഡോക്ടർ ശ്യാമുൽ ഇവരെ പരിചയപ്പെടുമ്പം ഇവർ ഭർത്താവുമായിട്ട് അകന്നു കഴിഞ്ഞിരിക്കുകയായിരുന്നു. അതിനുശേഷമാണ് ഈ സോഷ്യൽ മീഡിയയിൽ ഈ ഒരു ബന്ധം ഡെവലപ്പ് ചെയ്തത്. ഇയാൾ ഡോക്ടറാണെന്ന് പറഞ്ഞ് പരിചയപ്പെട്ടു. ആ ബന്ധം ഗാഢമായി. അതിനുശേഷം വീട്ടുകാര്യങ്ങളിലേക്ക് അയാൾ ഇന്റർഫിയർ ചെയ്തു. പിതാവിനെ ഞാൻ ചികിത്സിക്കാൻ ചെന്നൈയിലോട്ട് കൊണ്ടുവരൂ എന്ന് പറഞ്ഞിട്ടാണ് ആ ഫ്ലാറ്റ് വാടകയ്ക്കെടുത്തത്. അത് കോസ്റ്റ്ലി ആയിട്ടുള്ള ഫ്ലാറ്റ് തന്നെ. ഇവർക്ക് വരുമാനം ഉണ്ടോ ഇല്ലെന്ന് ഇവർ അറിയില്ല, അതോ അയാൾ കൊടുത്തോ ഇല്ലെന്നും അറിയില്ല. അയാളുമായിട്ട് ഇവർക്ക് അവിഹിതമായ ബന്ധം തന്നെ ഉണ്ടായിരുന്നു. ഏതായാലും പിതാവ് ചികിത്സ കിട്ടാതെ തന്നെ മരിച്ചു എന്ന് പറയേണ്ടി വരും. പിതാവ് മരിച്ചു കഴിഞ്ഞപ്പം ഇയാൾ അവിടെ ഓടിയെത്തി. ഇവർ തമ്മിൽ വാക്കുതർക്കമായി. ഇയാളുടെ ചികിത്സാ പിഴവോ അല്ലെങ്കിൽ ആശുപത്രി മാറ്റാത്തത് കൊണ്ടാണ് ഈ മരണം സംഭവിച്ചത്, എൻ്റെ പിതാവ് മരിക്കില്ല എന്ന് വിന്ധ്യ പറഞ്ഞു. ഏതായാലും അവർ തമ്മിൽ വാക്കുതർക്കമായി, അടിപിടിയായി, പിടിച്ചു തള്ളി. ഡോക്ടർ ശ്യാമുൽ എബനേശ്വർ ഇവരെ പിടിച്ച് തള്ളിയപ്പോൾ ഇവർ ഭിത്തി ചെന്ന് തലയിടിച്ചു എന്നാണ് അയാൾ പറയുന്നത്. ഹെഡ് ഇഞ്ചുറി ഉണ്ടായി, അവരും മരിച്ചു. പിതാവ് മരിച്ചു കിടക്കുന്നിടത്ത് അവരും മരിച്ചു കിടക്കുന്നു. അയാളൊന്നും ആലോചിച്ചില്ല. അയാൾ അവിടെ നിന്ന് രക്ഷപ്പെട്ടു. പക്ഷെ ആ വീടിൻ്റെ AC, ആ ഫ്ലാറ്റിലെ AC ഓൺ ചെയ്തിട്ടു. പിന്നീട് പെർഫ്യൂമുകൾ വാങ്ങിച്ചു കൂട്ടി ഈ ദേഹം രണ്ടുപേരെയും ഡെഡ് ബോഡിയിൽ തളിച്ചു. ആ മുറി മുഴുവൻ ഒരു ബാഡ് സ്മെല്ല് വരാതിരിക്കാനുള്ള ചെയ്തിയായിരുന്നു അയാൾ ചെയ്തത്. അതുകൊണ്ടാണ് ഡിലേ ആയത്. പിന്നെ AC ഓൺ ചെയ്തിരിക്കുന്നതുകൊണ്ട് ആ മുറിയിൽ നല്ല തണുപ്പുണ്ടായിരുന്നു. ആ ബോഡി ചെയ്യാനായിട്ട് സമയം എടുത്തിട്ടുണ്ടാവണം. എന്തായാലും ആ ബെഡ്റൂമിനകത്തുള്ള ആ പിതാവ് കിടന്നിടത്ത് തന്നെ ഇവരുണ്ട്. ആ മുറിയിലെ ഉള്ളിൽ വായു അധികം വെളിയിലോട്ട് പോകാതെ വന്നു. അങ്ങനെ ക്രമേണയാണ്
4 മാസം എടുത്തു ബാഡ് സ്മെല്ല് അടുത്ത ഫ്ലാറ്റിലെത്താൻ, അല്ലെ പരിസരവാസിക്ക് എത്താൻ. അങ്ങനെയാണ് പോലീസ് വരുന്നത്. ഇതിനകത്ത് ഇവർക്ക് ഈ 4 മാസമായിട്ട് ഇവർ മിസ്സായിട്ട് ആരുമായിട്ട് ബന്ധമില്ലാത്ത വന്നിട്ടും, അല്ലെങ്കിൽ ഇവരുടെ മൊബൈൽ ഫോണ് ശബ്ദിക്കാതെ കിടന്നിട്ടും അവരുടെ വീട്ടുകാരും രംഗത്ത് വന്നില്ല എന്നുള്ള പ്രത്യേകത ഇതിനുണ്ട്. അത് തന്നെയല്ല, അവരുടെ മറ്റു സുഹൃത്തുക്കളാരും ബന്ധപ്പെട്ടിട്ടില്ല. ഇവർ രണ്ടുപേരും അവരുടെ ബന്ധുക്കളുമായിട്ടോ അല്ലെ സുഹൃത്തുക്കളുമായിട്ടോ അധികം ബന്ധമില്ല. ഇവരൊക്കെ സ്ഥാപിത താല്പര്യം ഉള്ളതുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ കൂടിയ ഒരാളെ, ഡോക്ടർ ഷാമുൽ എബിനേസറിനെ പരിചയപ്പെട്ടതുകൊണ്ട് അവർ തമ്മിലുള്ള ബന്ധപ്പെടൽ നടക്കുന്നതിനും മറ്റുമായി ചെന്നൈയിലേക്ക് ഇയാൾ വിളിച്ചു വരുത്തിയെന്ന് വളരെ ക്ലിയർ ആണ്. അയാൾക്ക് പിതാവിൻ്റെ രോഗം ശമനത്തിനോ ആ രോഗം ചികിത്സിക്കുന്നതിന് താല്പര്യമില്ല. ഇവരുമായിട്ടുള്ള അവിഹിത ബന്ധം തന്നെയായിരുന്നു ആ ഡോക്ടർക്ക്. അവരും അതിന് താല്പര്യമായിരുന്നു. പക്ഷെ പിതാവ് കൈവിട്ടു പോയതോടുകൂടി അവരെ ഒറ്റപ്പെട്ടു. ഇയാൾ ചിലപ്പം വിവാഹം കഴിച്ചൊന്നും വരില്ല, അയാൾക്ക് വേറെ കുടുംബ ബന്ധങ്ങളുണ്ട്. ഏതായാലും സോഷ്യൽ മീഡിയയിൽ കൂടെ പരിചയപ്പെടുന്നതെല്ലാം വലിയ ട്രാജഡിയിലിട്ട് പോകുന്നത് നമ്മൾ കാണുകയാണ്. അതിനൊരു ടിപ്പിക്കൽ ഉദാഹരണമാണ് ഇപ്പം കണ്ടത്. സ്വന്തം പിതാവ് മരിച്ചു കിടക്കുന്നിടത്ത് തന്നെ മകളും മരിച്ചു കിടക്കുന്നു. അത് വെളിയിലോട്ട് പുറം ലോകം അറിയാതെ കിടക്കുന്നു. 4 മാസത്തോളം എടുത്തിരിക്കുന്നു അത് അറിയാനായിട്ട്. ഇതുപോലെയുള്ള സംഭവങ്ങൾ ഒന്നിനു പുറകെ ഒന്നായി ഇന്ത്യ മുഴുവൻ, പ്രത്യേകിച്ച് കേരളത്തിലും തമിഴ്നാട്ടിലും ഒക്കെ ഇതുപോലെ സംഭവങ്ങൾ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. എന്തായാലും കുടുംബ ബന്ധങ്ങൾ നിലനിർത്തുക, കുടുംബത്തിലെ അംഗങ്ങൾ തമ്മിൽ നിലനിർത്തുക, അയൽവക്കംകാരുമായിട്ട് ശത്രുത അല്ലാതെ അവരുമായിട്ട് രമ്യമായ ഒരു അന്തരീക്ഷത്തിൽ തന്നെ പോകണം. നിങ്ങൾ പല സന്ദർഭങ്ങളിൽ നിങ്ങൾക്ക് മറ്റുള്ളവരുടെ സഹായം ആവശ്യം വരും. അപ്പോൾ അവർ സഹായിക്കാൻ വരണം. അവരെ ആരും വെറുപ്പിക്കരുത്. അയൽവക്കത്തുള്ളവർ ആരായാലും ശരി, അയാൾ ഒരു ബാഡ് എലിമെന്റ് ആയാലും ശരി, അവരുമായിട്ട് അധികം അടുത്തില്ലെങ്കിലും ശരി ഇന്ററാക്ഷൻ വേണം. ചുറ്റുവട്ടത്തുള്ള നിങ്ങൾ താമസിക്കുന്ന വീടിന്റെ ചുറ്റുവട്ടമുള്ളവരുമായിട്ട് തീർച്ചയായിട്ടും ബന്ധങ്ങൾ വേണം. ഇതുപോലെയുള്ള അപകടങ്ങൾ ഉണ്ടാകുമ്പോൾ സഹായിക്കാൻ അവരെ കാണുള്ളൂ. അതുകൊണ്ട് ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ കൂടെ ഇതുപോലെ ഓരോരുത്തരെ തെരഞ്ഞെടുത്ത് ചെന്ന് അബദ്ധത്തിൽ ചാടി അതൊരു കൊലപാതകത്തിലേക്ക് വരുന്ന കാഴ്ചകൾ ആണ്. അതുകൊണ്ട് അങ്ങനെയുള്ള ബന്ധങ്ങളെല്ലാം ഡിസ്കണ്ടിന്യൂ ചെയ്യണം. എല്ലാവർക്കും നമ്മുടെ പാരമ്പര്യം അനുസരിച്ചുള്ള കാര്യങ്ങളിൽ മാത്രം ശ്രദ്ധയൂന്നി അങ്ങനെയുള്ളൊരു വിവാഹ ബന്ധത്തിലേക്ക് പോകുന്നതാണ് നല്ലത്.